പ്രതിഷേധങ്ങളിൽ മുങ്ങിയ നവകേരള സദസ്സിന്റെ കൊല്ലത്തെ ആദ്യ ദിനം പുനലൂരിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ സുരക്ഷാവേലി മറികടന്ന് മദ്യപന്റെ പ്രകടനം. പതിവ് പോലെ പലയിടത്തും യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധം ഉയർത്തി. കൊട്ടാരക്കരയിൽ പ്രഭാതയോഗം കഴിഞ്ഞ് പത്തനാപുരത്തേക്ക് തിരിച്ച മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരുന്നു. കറുപ്പിനു പകരം ദേഹമാസകലം വെള്ളപൂശി നവകേരള ബസ് കടന്നുപോകുന്ന രണ്ടാലുമൂട്ടിലെത്തിയ BJP മെമ്പർ രഞ്ജിത്ത് അവിടെ സ്കോർ ചെയ്തു. പുനലൂരിലേക്ക് എത്തിയ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും മുന്നിൽ കോൺഗ്രസ് നേതാവും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ G. ജയപ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസ് ആദ്യം കരിങ്കൊടി വീശിയത്. ചെമ്മന്തൂർ മുനിസിപ്പൽ മൈതാനത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ പുനലൂർ സ്വദേശി ഹരിലാൽ സുരക്ഷാ വലയം ഭേദിച്ച് നടുത്തളത്തിലിറങ്ങി. ഉടൻ തന്നെ പോലീസ് എത്തി ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോയി. പോലീസ് വലയത്തിലായ ഹരിലാലിനെ DYFI പ്രവർത്തകരും കൈകാര്യം ചെയ്തു. ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ നാം എത്ര കണ്ടതാണെന്നും ഇങ്ങനെയാണ് പലരുടെയും പ്രതിഷേധമെന്നും മുഖ്യമന്ത്രി. പുനലൂരിൽ നിന്നും കൊട്ടാരക്കരയിലേക്കുള്ള വഴിയിൽ പൈനാപ്പിൾ ജംഗ്ഷനിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പവിജ പത്മന്റെ നേതൃത്വത്തിൽ ചെങ്ങമനാട്ടും കരിങ്കൊടി പ്രതിഷേധമുയർന്നു. കുന്നത്തൂർ മണ്ഡലത്തിന്റെ നവകേരള സദസ്സിൽ പങ്കെടുക്കുവാൻ ചക്കുവള്ളിയിലേക്കെത്തവേ ഭരണിക്കാവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനൂതാജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, കൊല്ലം.